2024-ലും 2025-ലും PSC നടത്തിയ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന സീരീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സീരീസിലെ 6ാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ 20 ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും നമ്മൾ 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനോടകം ചെയ്ത 5 ക്ലാസ്സുകളും കാണാൻ വേണ്ടി താഴെ നമ്മൾ ക്ലാസ്സിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി ആ ക്ലാസ് കാണാവുന്നതാണ്. നമ്മൾ 5ാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ക്വസ്റ്റ്യൻസിന്റെ ബാക്കിയാണ്. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യനിൽ മൊത്തത്തിൽ 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ചോദ്യ പേപ്പറാണ് വിശകലനം ചെയ്തത്. അതിനകത്ത് ആദ്യത്തെ ചോദ്യ പേപ്പറിനകത്ത് 10ഉം ബാക്കി ഇതിൽ നിന്നെടുത്ത 10ഉമായാണ് നമ്മൾ ചെയ്തത്. അതായത് ഈ പറയുന്ന 80 വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി നമുക്ക് 81ാമത്തെ തൊട്ടാണ് നോക്കേണ്ടത്. നമ്മൾ ഓരോ ക്ലാസ്സിലും ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് തരും. നിങ്ങളത് ആൻസർ എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് തന്ന ചോദ്യമായിരുന്നു ഇത്. അതായത് വാട്ട് ടൈം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഈ പറയുന്ന ക്ലാസ്സിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ കേരള പോലീസ് 8/6/2024 നടന്ന പരീക്ഷയിലെ ഒരു ചോദ്യമാണ്. അതായത് 82ാമത്തെ ചോദ്യം. ഈ പറയുന്ന ചോദ്യ പേപ്പറിലെ ഷീ എഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വെയർ പുട്ട് ബിഫോർ ഹർ. ഇതാണ് ഞാൻ ഈ ക്ലാസ്സിൽ നൽകുന്ന ചോദ്യം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. എന്തായാലും ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അസിസ്റ്റന്റ് മാനേജർ, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇത് എന്ന് പറയുന്നത് 11/5/2024 നടന്ന പരീക്ഷയിലെ ചോദ്യ പേപ്പറാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന 81ാമത്തെ തൊട്ട് നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? വാട്ട്സ് ദ ടൈം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സിന് ഉള്ള വൺ വേർഡ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വെർബോസിറ്റി ആണ്. എന്താണ്? വെർബോസിറ്റി. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ എലക്കൻസ് എന്ന് ചേർത്ത് എന്താ? വാചാലത എന്നാണ് എലക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എലക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാചാലത, അതായത് നമുക്ക് സംസാരിക്കാനുള്ള ആ കഴിവ്, അതിനാണ് നമ്മൾ എലക്വൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെർബോസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് വെർബോസിറ്റി? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്. ഇനി എന്താണ് കൺസൈസ്നെസ്? കൺസൈസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷോർട്ട് ആൻഡ് ക്ലിയർ എന്നാണ്. ഓക്കെ, ഷോർട്ട് ആൻഡ് ക്ലിയർ, വളരെ വ്യക്തവും എന്നാൽ കൂടുതൽ ദീർഘിക്കാത്തതുമായിട്ടുള്ള, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസൈസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ലാക്കോനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാക്കോനിസിന്റെയും അർത്ഥം ഇതൊക്കെ തന്നെയാണ്, ഷോർട്ട് ആൻഡ് ക്ലിയർ. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് വളരെ വ്യക്തവും എന്നാൽ കൂടുതൽ എന്ത് ചെയ്യാതെ വലിയ ദീർഘിപ്പിക്കാതെ നമ്മൾ പറയുന്നതിന് നമ്മൾ ഈ ലാക്കോനിസം അല്ലെങ്കിൽ കൺസൈസ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? വെർബോസിറ്റി ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടർ സ്പീച്ച്. ഇവിടെ നമുക്ക് ഡയറക്ടർ സ്പീച്ച് തന്നിട്ടുണ്ട്. ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ എന്താണ്? റിപ്പോർട്ടർ സ്പീച്ച് എഴുതണം. ഇവിടെ നോക്കുമ്പോൾ ഷീ സെഡ്, ഇതിന് ശേഷം ഒബ്ജക്റ്റ് ഒന്നും ഇല്ല. സോ നമുക്ക് ഷീ സെഡ് ദാറ്റ് എന്ന് എഴുതാം. ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടോൾഡ് ദാറ്റ് എന്ന് എഴുതാമായിരുന്നു. ഇവിടെ ഷീ സെഡ്, അതിനുശേഷം ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഷീ സെഡ് ദാറ്റ്. ഷീ സെഡ് ദാറ്റ്. ഈ ഐനെ എന്താ നമ്മളാക്കണം? ഷീ എന്നാക്കണം. കാരണം അവളാണല്ലോ പറയുന്നത്, ഷീ. ഈ വോണ്ട് ബി എന്ന് പറയുന്നത് എന്താണ്? വിൽ നോട്ട് ബി ആണ്. അവിടെ വില്ലുണ്ട്, വിൽ എന്തായി മാറണം? വുഡ് ആവണം. അപ്പൊ വുഡിന്റ് ബി എന്നാവണം. ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പൊ ഷീ സെഡ് ദാറ്റ് ഷീ വുഡിന്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് വരണം. അപ്പൊ അങ്ങനെ വുഡിന്റ് ബി എന്ന് വന്നിരിക്കുന്ന ഏതാ? ഇവിടെ നോക്കുമ്പോൾ കുഡിന്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ വോണ്ട് വന്നിരിക്കുന്നു. ഇവിടെ കാണ്ട് വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ വുഡിന്റ് ബി ഏബിൾ ടു. ഇതാണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ മസ്കുലിനും ഫെമിനിൻ ജെൻഡറും ശരിയായി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. നോക്കുക. ദ ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സ്. ടൈഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈഗറിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ടൈഗ്രസ്. അങ്ങനെ ഫെമിനിൻ ജെൻഡർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിസ് എന്നല്ല വരേണ്ടത്, ഹെർ എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ ഈ സെന്റൻസ് തെറ്റാണ്.
അടുത്തത് വിക്സൺ. വിക്സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫെമിനിൻ ഫോക്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഫോക്സിനെ നമ്മൾ വിക്സൺ എന്ന് പറയുന്നത്. അങ്ങനെ ഫീമെയിൽ ആവശ്യത്തിലേക്ക് ഇവിടെ ഹിസ് വരാൻ പാടില്ല, ഹെർ ആയിരുന്നു ഇവിടെയും വേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ ഫീമെയിൽ ഫോക്സിനെ നമ്മൾ വിക്സൺ എന്നും മെയിൽ ഫോക്സിനെ നമ്മൾ എന്ത് വിളിക്കും? ടോഡ് എന്നും വിളിക്കും. ഇതാണ് TOD, ടോഡ്. ഓക്കെ, ഇനി അടുത്തത് ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ദ സ്റ്റാലിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെയിൽ ഹോഴ്സ് ആണ്. അപ്പൊ മെയിൽ ഹോഴ്സ് ആയ സ്ഥിതിക്ക് നമുക്കിവിടെ ഹിസ് പറയാം. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള നമ്മൾ കണ്ടെത്തി. ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. സ്റ്റാലി എന്ന് പറയുമ്പോൾ മെയിൽ ഹോഴ്സ്, അപ്പൊ ഫീമെയിൽ ഹോഴ്സ് എന്തായിരിക്കും? മേയർ ആയിരിക്കും. MARE, മേയർ. ഓക്കെ, ഇത് നോക്കാം. ദ ലയൺ ഈസ് നോൺ ഫോർ ഹെർ. അപ്പൊ ലയൺ എന്താണ്? മെയിൽ ആണ്. അപ്പോൾ ഹെർ എന്ന് വരാൻ പാടില്ല. അപ്പൊ ലയണിന്റെ ഫീമെയിൽ എന്തായിരിക്കും? ലയണസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ABD തെറ്റാണ്. എന്നാൽ ശരിയായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈ C എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം എന്താണ്? ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു യോദ്ധാവ് തന്റെ ഹോഴ്സ് അതിനകത്ത് റൈഡ് ചെയ്ത് ആ സൺസെറ്റിലൂടെ പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യോദ്ധാവ് എന്നർത്ഥം വരണമെങ്കിൽ ഏതാണ് വരേണ്ടത്? KNIGHT, നൈറ്റ് ആണ് വരേണ്ടത്. ഇനി കുതിരപ്പുറത്ത് പോകുന്ന നമ്മൾ റൈഡ് എന്ന് പറയും. RIDE, റൈഡ്. അതിന്റെ പാസ്റ്റ് ആയിട്ട് നമ്മൾ RODE എന്നാണ് വരേണ്ടത്. അപ്പം നൈറ്റ് എന്ന് വരണം, റോഡ് എന്ന് വരണം. അങ്ങനെ വന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ നൈറ്റ് ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ ഇവിടെ റോഡിന് ROAD റോഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ പക്ഷെ നൈറ്റിന്റെ സ്പെല്ലിംഗ് തെറ്റി. രാത്രി എന്ന് പറയുന്ന നൈറ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ റോഡുണ്ട്. ഇവിടെ നോക്കുക, നൈറ്റ് ഓക്കെയാണ്, ഇവിടെ റോഡൊക്കെ ഓക്കെയാണ്. ഇവിടെ നോക്കുമ്പോൾ നൈറ്റ് രാത്രി എന്ന് വന്നിരിക്കുന്നു, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. സൺസെറ്റ് നമ്മൾ എങ്ങനെ പറയാവൂ? ഒരുമിച്ച് എഴുതാവൂ. സൺസെറ്റ്, സണ്ണ് സെറ്റ് ഇങ്ങനെ സ്പേസ് ഇട്ട് എഴുതാൻ പാടില്ല. സൺസെറ്റ് എന്ന് ഒരുമിച്ചായിരിക്കണം വരേണ്ടത്. അപ്പൊ അതൊന്നും നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ PSC അങ്ങനെ കണ്ണടക്കില്ലല്ലോ. PSC എന്ത് ചെയ്തു? ഇവിടെ കൺഫ്യൂഷൻ വരുന്ന ചോദ്യമായതുകൊണ്ട് PSC ഇതിനെ ഒഴിവാക്കി. ഓക്കെ, യഥാർത്ഥത്തിൽ ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. പക്ഷെ ഈ സൺസെറ്റ് സ്പേസ് വരാൻ പാടില്ല. ഇതേപോലെ ഒരുമിച്ച് എഴുതണം. ഓക്കെ, എന്തായാലും ഇത് നമുക്ക് ആൻസർ ആയിട്ട് പരിഗണിക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് സെന്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി? ശരിയായ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് സെന്റൻസ്? കമ്പാരിറ്റീവ് നമുക്കറിയാം എന്താണ്? ഫാസ്റ്റർ ആണ്. ഇവിടുത്തെ ഫാസ്റ്റിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഫാസ്റ്റർ, സൂപ്പർലേറ്റീവ് ഫാസ്റ്റസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഫാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരണം? ദാൻ വരണം. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഫാസ്റ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മോറിന്റെ ആവശ്യമില്ല. അപ്പൊ മോർ ഫാസ്റ്റർ എന്ന് പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റ്. ഇവിടെ ഫാസ്റ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് തെറ്റ്. എന്നാൽ ഇവിടെ ഫാസ്റ്റർ ഉണ്ട്, ദാനും വന്നു. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഫാസ്റ്റ്ലി എന്ന് വന്നിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ C എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ? എന്താണ് ടു സ്പിൽ ദ ബീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു റിവീൽ എ സീക്രട്ട്. ഒരു സീക്രട്ട് വെളിപ്പെടുത്തുന്നതിന് നമ്മൾ ടു സ്പിൽ ദ ബീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ B ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ വെർബ്. ഇവിടെ ശരിയായ വെർബ് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ചൈൽഡ് ഫാളൻ അസ്ലീപ്. ഫാളൻ എന്ന് പറയണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പ് ഹാസോ ഹാഡോ ഹാവോ വരണമായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്നത് തെറ്റാണ്. ഇവിടെ നോക്കാം. ദ ചൈൽഡ് ഫെൽ അസ്ലീപ്. ഇത് കറക്റ്റാണ്. ഓക്കെ, ഇത് ദ ചൈൽഡ് ഫാളിങ് വരാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഫാളിങ് എന്നാൽ ഇവിടെ സഹായക്രിയ വരണം. ഓക്കെ, അത് വല്ലാത്തതുകൊണ്ട് തെറ്റ്. ചൈൽഡ് ഫാൾഡ് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഫാൾ ഫെൽ എന്നേ പറയത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ B എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. റിബേക്ക റെയർലി ഈറ്റ് സ്വീറ്റ്സ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആയി എഴുതാനാണ്. ക്വസ്റ്റ്യൻ ആയി എഴുതുമ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് നെഗറ്റീവ് വേർഡ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ റെയർലി നെഗറ്റീവ് വേർഡാണ്. സോ ഇവിടുത്തെ സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാ നോക്കുമ്പോൾ ഡസ് നോട്ട് ഷീ നെഗറ്റീവ്, ഈസ് ഇൻ ഷീ നെഗറ്റീവ്, ഡോൺ ഷീയും നെഗറ്റീവ് ആണ്. നമുക്ക് പോസിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഡസ് ഷീ. ഡസ് ഷീ വരാമോ? നോക്കാം. ഈറ്റ്സ് എന്ന് പറയുമ്പോൾ അതാണ് ഇവിടുത്തെ വെർബ്. അതിനകത്തെ സഹായക്രിയത ഡസ് ആണ്. ഡസ്. പിന്നെ റെബേക്കയുടെ പ്രൊനൗൺ എന്താ? ഷീ. ഇപ്പൊ ഡസ് ഷീ. റെയർലി വന്ന സ്ഥിതിക്ക് നമുക്ക് നോട്ടിന്റെ ചെറിയ രൂപ ഇൻഡ് ചേർക്കണ്ട. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ, ഡസ് ഷീ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യം,
എന്താണ് വാട്ട് ടൈം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ റേഷ്യൽ പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്? എന്തായിരിക്കും? ജിനോസൈഡ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് സിനോഫോബിയ. ഈ ഫോബിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഫിയറിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. ഇവിടെ സിനോഫോബിയ എന്ന് ചേർത്ത് എന്താ? ഫിയർ ഓഫ് ഫോറിനേഴ്സ് അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് നടത്തില്ല. അപരിചിതരോടോ അല്ലെങ്കിൽ വിദേശികളോടോ ഉള്ള ഫിയർ, അതിന് നമ്മൾ സിനോഫോബിയ എന്ന് പറയുന്നത്. മിസോജനി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ത്രീകളോടുള്ള ഇഷ്ടമില്ലായ്മ, അതാണ് മിസോജനി. ഇനി എത്നിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരേ ഭാഷ, ഒരേ സംസ്കാരം, ഒരേ എന്താണ് ജീവിത രീതി, ഇതൊക്കെ പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ എത്നിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ജിനോസൈഡ് ആണ്. ഇനി അടുത്ത എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫോർ ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് ഗിവൻ. മെറ്റിക്കുലസ് എന്ന് പറയുന്ന വാക്കിനുള്ള സിനോണിം എഴുതാനാണ് പറയുന്നത്. മെറ്റിക്കുലസ് എന്ന് വെച്ചാൽ എന്താ? കെയർഫുൾ എന്നർത്ഥമില്ല, ശ്രദ്ധാപൂർവമുള്ള, സൂക്ഷ്മമായിട്ടുള്ള, സൂക്ഷ്മതയുള്ള എന്നൊക്കെയാണ് നമ്മൾ മെറ്റിക്കുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കെയർഫുൾ ആണ് കറക്റ്റ് ആൻസർ. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കെയർലെസ് എന്ന്, അല്ലെങ്കിൽ മെസ്സി എന്ന് വെച്ചാൽ എന്താ? കൺഫ്യൂസ്ഡ് എന്നർത്ഥമില്ല, മെസ്സി. ഓക്കെ, അപ്പം ഇതിന്റെ മെറ്റിക്കുലസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കെയർലെസ് എഴുതാം. ഇവിടെ സിനോണിമായിട്ട് ചോദിച്ചുകൊണ്ട് കെയർഫുൾ. മെസ്സി എന്ന് പറയുമ്പോൾ എന്താ? കൺഫ്യൂസ്ഡ് എന്നർത്ഥമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പം നമ്മുടെ ഈ ചോദ്യ പേപ്പറിലെ 10 ചോദ്യം നമ്മൾ നോക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ 10 ചോദ്യം നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു, ആദ്യത്തെ 10. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ 10 ചോദ്യങ്ങൾ നോക്കി. ഇനി നമുക്കൊരു 10 ചോദ്യങ്ങൾ നോക്കാനുണ്ട്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. ഏത് പരീക്ഷ? അസിസ്റ്റന്റ് കമ്പൈലർ 16/5/2024. 2024 മെയ് 16-ാം തീയതി നടന്ന അസിസ്റ്റന്റ് കമ്പൈലർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നോക്കുക. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈച്ച് വന്നു കഴിഞ്ഞാൽ ഈച്ചോ, എവരിബഡിയോ, എവരിവണ്ണോ അങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടത് സിംഗുലർ ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈസ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ അക്യൂസ്ഡ് മീ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അക്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് എഴുതാവും? ഓഫ് എഴുതാവും. അക്യൂസ്ഡ് ഓഫ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇപ്പൊ ഓഫ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 5 years. ഇപ്പൊ നമുക്ക് 5 years എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യൂറേഷൻ ആണ്, ഒരു കാലയളവാണ്. ഒരു കാലയളവിന് മുന്നിൽ നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ? ഫോറെ ഉപയോഗിക്കാവൂ, സിൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദ വെഡിങ്. ഇപ്പൊ ടുമോറോ എന്ന് പറയുന്നത് നമുക്കറിയാം നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക ദിവസം, ഒരു നിശ്ചിത ദിവസം, അങ്ങനെ ഫ്യൂച്ചർ ടെൻസിൽ ഒരു നിശ്ചിത ദിവസത്തിൽ നടക്കുന്ന കാര്യത്തെ ചൊല്ലി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ എങ്ങനെ? വിൽ ഓർ ഷാൾ പ്ലസ് വെർബ്, അല്ലെ? വിൽ ഓർ ഷാൾ പ്ലസ് വെർബ് എന്ന രീതി വരണം. അപ്പൊ അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ആണ് വിൽ കം. ഇതാണ് കറക്റ്റ് ആൻസർ. വിൽ കം ടുമോറോ. ഇനി അടുത്ത് ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. യുനാനിമസ് എന്ന് പറയുമ്പോൾ ഇവിടെ യു എന്ന് പറയുന്ന വവലാണ് വന്നതെങ്കിലും അടുത്ത ഉച്ചാരണം എങ്ങനെയാണ്? യാ, യു എന്നാണ്. യുനാനിമസ്. അപ്പൊ യാ എന്ന് പറയുന്നത് എന്തിന്റെ ശബ്ദമാണ്? കോൺസണന്റ് സൗണ്ട് ആണ്. സോ നമ്മൾ എ ഉപയോഗിക്കാവും. ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ എന്നാണ് വരേണ്ടത്. അതുപോലെയാണ് യൂണിവേഴ്സിറ്റി, യുണീക്ക്, യൂണിവേഴ്സൽ, യൂറോപ്യൻ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എ ഉപയോഗിക്കാവും. അടുത്ത ചോദ്യം, വൺ ഹു ട്രേറ്റ്സ് സ്കിൻ ഡിസീസ് ഈസ് നോൺ as. സ്കിൻ ഡിസീസിനെ പരിശോധിക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? ഡെർമറ്റോളജിസ്റ്റ് എന്ന് വിളിക്കും. ഡെർമറ്റോളജിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. സൈക്കോളജിസ്റ്റ് നമുക്കറിയാമല്ലോ. ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഐ സ്പെഷ്യലിസ്റ്റ് നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഗൈനക്കോളജിസ്റ്റ് നമുക്കറിയാം. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ്. അപ്പൊ ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡോണ്ട് യു മൈൻഡ് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ജെറണ്ട് ഫോം ആയിട്ടുള്ള ING ഫോം, റൈറ്റിംഗ്. ഇവിടെ റൈറ്റിംഗ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ING ഫോം ആണ് എഴുതേണ്ടത്. ഇവിടെ ING ഫോം വന്നിരിക്കുന്നത് റൈറ്റിംഗ് ആണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെന്റ്. ഡോർമെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഡോർമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഇനാക്റ്റീവ് എന്നർത്ഥമല്ല. ഇനാക്റ്റീവ്, ആക്റ്റീവ് അല്ലാത്താണ് ഡോർമെന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. ഇപ്പൊ ദാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? നോക്കാം, ഹോട്ടർ ആണ്. മോർ ഹോട്ട് എന്ന് വെച്ചാൽ ഹോട്ടർ എന്നാണ്. മോർ ഹോട്ടർ നമ്മൾ പറയത്തില്ല, ഹോട്ടർ എന്നാണ് പറയേണ്ടത്.
ഇവിടെ ഹോട്ടർ ആണ് കറക്റ്റ് ആൻസർ. ഹോട്ടർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പറയുന്ന ചോദ്യപേപ്പറിലെ നമ്മുടെ ഈ ക്ലാസ്സിലെയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നത്തിങ് വിൽ ഹാപ്പൻ. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും? നത്തിങ് നെഗറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ഏതൊക്കെയായിരിക്കും? വില്ലിറ്റും വുഡിറ്റും. ഈ വോണ്ടിറ്റും വുഡിൻറ്റും നെഗറ്റീവ് ആണ്. നമുക്ക് പോസിറ്റീവ് ആണ് വരേണ്ടത്. ഇവിടെ വില്ലായ സ്ഥിതിക്ക് നമ്മൾ വില്ലെഴുതുന്നു. നത്തിങ്ങിന്റെ പ്രനൗൺ ഇറ്റ് ആണ്. അപ്പൊ വില്ലിറ്റ് എന്ന് പറയുന്ന ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഒരു പ്രത്യേക ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന അതിന്റെ ആൻസർ. ഇവിടെ നോക്കി, ഇതാണ് ഈ പ്രാവശ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഷീ എഗ്രി എന്നല്ല, ഷീ എഗ്രീസ് ഡാഷ്. അവിടെ വേറെ വന്ന സ്ഥിതിക്ക് എഗ്രീഡ്. നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തെറ്റുകൾ വരുന്ന സമയമായിരുന്നു ഈ പറയുന്ന കാലഘട്ടത്തിലൊക്കെ. മിക്കവാറുള്ള എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലൊക്കെ തെറ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഷീ എഗ്രീഡ് ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വെർ പുട്ട് ബിഫോർ ഹർ. അപ്പൊ ഇവിടെ എന്ത് വരും? ടു വരുമോ, വിത്ത് വരുമോ, ഓൺ വരുമോ, ബൈ വരുമോ? അപ്പൊ അത് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അപ്പൊ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.